2025 ജൂലൈ 13. ഞങ്ങളെയെല്ലാം ദുഃഖത്തിന്റെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് അമ്മ എന്ന സ്നേഹദീപം എന്നേക്കുമായി അണഞ്ഞുപോയ ദിനം. ജീവിതത്തിൽ ആർക്കും ഒരിക്കലും നികത്താനാവാത്ത നഷ്ടങ്ങൾ സമ്മാനിച്ച ഓർമ്മച്ചെപ്പിലെ ഇരുണ്ട ദിനം. അമ്മ എന്ന പുണ്യം വേർപിരിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു. ആ സ്നേഹവും കരുതലും വാത്സല്യവും അനുഭവിക്കാൻ എനിക്കിനി സാധിക്കില്ല എന്ന നൊമ്പരവും നീറ്റലും എൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെടലിൻ്റെ വേദന ഇത്രയും തീവ്രമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ. ഈ ലോകത്തിലുള്ള ഏതൊരമ്മയേക്കാളും കൂടുതൽ സ്നേഹം എൻ്റെ അമ്മച്ചിക്കായിരുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹങ്ങൾ. മക്കൾ എത്ര വലുതായാലും അമ്മമാർക്ക് അവർ എപ്പോഴും കുഞ്ഞുങ്ങളാണ്. എൻ്റെ അമ്മച്ചി രോഗത്തിൻ്റെ തീവ്രവേദനയിലൂടെ കടന്നുപോയിട്ടും മക്കളുടെയും ഭർത്താവിൻ്റെയും ചെറിയ അസ്വസ്ഥതകളിൽ ഏറെ ആകുലപ്പെട്ടിരുന്നു ആ അമ്മ മനസ്സ്. ഞങ്ങൾ മക്കൾ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ തൻ്റെ രോഗവും ക്ഷീണവും വകവയ്ക്കാതെ ഉറങ്ങാതെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മച്ചി. ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും അമ്മച്ചിക്ക് വിശേഷങ്ങൾ പറയാനും വെമ്പൽ കൊണ്ടിരുന്ന കഴിഞ്ഞ കാലങ്ങൾ. മക്കളെ എത്ര ഊട്ടിയാലും അമ്മച്ചിക്ക് തൃപ്തിയാവില്ല. അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നറും തേൻ പാൽ നുകർന്ന ആ പഴയ കുഞ്ഞായി ഞാൻ മാറും. കെറുവിക്കാനും സങ്കടങ്ങൾ പറയാനും ദേഷ്യപ്പെടാനും പിന്നെ വലിയ സ്നേഹത്തോടെ ഓടിയണയാനുമുള്ള വാത്സല്യത്തിൻ്റെ മടിത്തട്ട്. തിരിച്ചു പോരുമ്പോൾ ഞാൻ മഠത്തിൽ എത്തുന്നതുവരെയും ചേച്ചി വീട്ടിൽ എത്തുന്നതുവരെയും സ്വസ്ഥതയില്ല. ഈശോയെയും മാതാവിനെയും കൂട്ടുപിടിക്കണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എത്തിയാൽ ഉടൻ വിളിച്ചു പറയണം. ഇങ്ങനെ പോകുന്നു സ്നേഹത്തിൻ്റെ ആ ഡിമാൻഡുകൾ. രോഗാവസ്ഥയിലും എൻ്റെ ജൂബിലി കൂടാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന അമ്മച്ചി. പക്ഷേ ആശുപത്രിവാസത്തിനിടയിലെ അവസാന നിമിഷങ്ങളിൽ ഈശോയെ എന്നെ വിളിക്ക്, മാതാവേ എന്നെ രക്ഷിക്ക് എന്ന് സദാസമയവും ഉരുവിട്ടുകൊണ്ടിരുന്നു. അത് കേൾക്കുമ്പോൾ അങ്ങനെ പറയല്ലേ, മോളുടെ ജൂബിലി കൂടാൻ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്ക്. ഞാൻ അതാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് കണ്ണീരോടെ അപ്പച്ചൻ പറയും. അത് കേൾക്കുമ്പോൾ കുറച്ചു നേരം നിശബ്ദമാകും. വീണ്ടും ഈശോയെ എന്നെ വിളിക്ക് എന്ന പ്രാർത്ഥന മാത്രം. മരണത്തിനപ്പുറമുള്ള മഹത്വത്തിൻ്റെ ജീവിതം ഈശോ തീർച്ചയായും കാണിച്ചു കൊടുത്തുകൊണ്ടാകാം ഈ ലോക ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി ആയുസ് നീട്ടി ചോദിക്കാതെ ഈശോയുടെ അടുത്ത് എത്താൻ എൻ്റെ അമ്മച്ചി കൂടുതൽ ആഗ്രഹിച്ചത്. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന ആഴമായ വിശ്വാസമാണ് തീർച്ചയായും അമ്മച്ചിയുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്നതും. എൻ്റെ അമ്മച്ചിയുടെ മരണശേഷം പിന്നീടുള്ള വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനകളിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നിയോഗങ്ങൾ വയ്ക്കാനും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും സാധിച്ചു. 1 തെസ്സലോനിക്ക 4:14 പറയുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. തിരുസഭാ മാതാവ് നവംബർ മാസം പ്രത്യേകമായി മരിച്ച വിശ്വാസികളെ അനുസ്മരിക്കുമ്പോൾ നമുക്കും വിശ്വാസത്തോടെ പ്രത്യാശയോടെ മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിലനിൽക്കുന്ന ഭവനമൊന്നും നമുക്ക് ഇവിടെയില്ല. നാം ഓരോരുത്തരും ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണ് എന്നുള്ള വലിയ സത്യം ഓരോ മരണവും ബോധ്യപ്പെടുത്തുന്നു. ആ സ്വർഗീയ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇനിയുള്ള എൻ്റെ ജീവിതം.